സർക്കാരിനെതിരെ നിൽക്കാൻ കെൽപ്പുള്ളവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുവാണ്. അവർക്ക് കെൽപ്പില്ലാത്തതുകൊണ്ടല്ല, അവരെന്തോ കാരണങ്ങൾ കൊണ്ട് പയ്യെ പിൻവാങ്ങും. സുരേഷ് ഗോപിയായിട്ട് എനിക്ക് എത്ര കാലത്ത് ബന്ധമെന്നറിയോ? സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് അല്പം പിൻവാങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ ആ സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരു രണ്ടാം വരവെന്നുള്ളതിൻ്റെ ഒരു നിമിത്തം ഞാനാണ്. കോൺഗ്രസിൻ്റെ ഒന്നിനും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്, അവരെ പ്രകോപിപ്പിക്കരുത്, അതൊക്കെ ഭയങ്കര അപകടം ചെയ്യും, അവർ നിങ്ങളെ എന്ത് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഭയന്നിരിക്കുകയാണ്. സംസാരിച്ചാലെന്തോ ദേശദ്രോഹമാവും, എന്ത് മണ്ടത്തരം അതൊക്കെ. പാകിസ്ഥാൻ ജനത എന്ന് പറയുന്നത് നമ്മുടെ ജനതയെപ്പോലെ തന്നെ ഒരു പാവപ്പെട്ട, അവർ നമ്മുടെ കൂടെ ആയിരുന്നില്ലേ കുറേ കാലം. നമസ്കാരം. മുഖവരിയുടെ ആവശ്യമില്ല. CPIM രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസാണ് നമുക്കൊപ്പം. ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് കടക്കാം. പിന്നെ പാർലമെന്റിൽ ഷൂട്ട് അതെ ഷൂട്ട് അറ്റ് സൈറ്റ്. സീതാറാം യെച്ചൂരിക്ക് ശേഷം ഒരുപക്ഷെ പാർലമെന്റിൽ CPMനെ ഇടതുപക്ഷത്തെ ശക്തമായി അടയാളപ്പെടുത്തുന്ന ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിലാണ് പൊതുവെ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് വിശേഷിപ്പിക്കപ്പെടുന്നത്, വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു വളർച്ച എങ്ങനെ കാണുന്നു? നല്ല ചോദ്യത്തിൽ തുടങ്ങണമെന്ന് ആരോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യത്തിനുള്ളിൽ തന്നെ ഒരു പക്ഷേ എന്നുണ്ട്. ആ ഒരു പക്ഷേല ഞാൻ പോകുന്നത്. ഒരു പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതല്ലേ. നമ്മളൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നം, ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. അതിനെനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഞാനൊരു ഫസ്റ്റ് ടൈം MP ആണ്. ഈ ഫസ്റ്റ് ടൈം MP എന്നൊക്കെ പറഞ്ഞാൽ രാജ്യസഭയിൽ നിന്ന് വഴിക്കണ ചെറിയ പാടല്ല. എന്താ കാരണം വെച്ചാൽ ലോകസഭയാണ് പിന്നെയും പറ്റും. രാജ്യസഭയിലുള്ളവരെല്ലാം നമ്മുടെ മലയാള പത്രഭാഷ എടുക്കുകയാണ് താപ്പാനകളാണ്. പ്രധാനമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, 3 ടേം 4 ടേം, വലിയ അഭിഭാഷകർ, വലിയ ഓൺട്രപ്രനേഴ്സ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനാ തലത്തിലെ വലിയ കേമന്മാർ, അങ്ങനെയുള്ളൊരു സംഘമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ തലവെക്കണമെങ്കിൽ ചില്ലറ പാടല്ല. അപ്പോൾ അത് നോക്കുമ്പോൾ എന്തൊക്കെയോ ചെറുത് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു. പക്ഷേ ഈ ഓരോ പ്രസംഗങ്ങൾ എടുത്താലും അതുപോലെ തന്നെ രാജ്യസഭയിലെ ഇടപെടലുകൾ എടുത്താലും വളരെ ഷാർപ്പാണ്. ആ ഒരു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? വളരെ ഷാർപ്പാണ്. അതുപോലെ പോയിന്റ് ഓഫ് ഓർഡറിലെല്ലാം അല്ല, അത് ഞാൻ വേറെതല്ലോ. ഇപ്പം നമ്മളൊക്കെ വളർന്നു വന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അതായത് കേരളത്തിൻ്റെ ഒരു മണ്ണിൽ നിന്ന് വളർന്നു വന്നു, പിന്നെ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തു. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട്, സത്യസന്ധമായി പറഞ്ഞപ്പോൾ. നമ്മളിപ്പം നിഷേധിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമ്മളെ നന്നായി സഹായിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം സുനിലെ, അതായത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള വലിയൊരു അപഭ്രംശം എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുമെന്നറിയില്ല. വലിയൊരു അപജയമെന്ന് പറയുന്നത് സർക്കാരിനെതിരെ നിൽക്കാൻ കെൽപ്പുള്ളവരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുവാണ്. അവർക്ക് കെൽപ്പില്ലാത്തതുകൊണ്ടല്ല, അവരെന്തോ കാരണങ്ങൾ കൊണ്ട് പയ്യെ പിൻവാങ്ങുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനും സംസാരിക്കാനും കഴിയുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഞാൻ എന്നിൽ കാണുന്ന ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. അത് എൻ്റെ നേട്ടമല്ല, ഒരുപക്ഷെ പൊതു സാഹചര്യത്തിൽ മറ്റുള്ള ആൾക്കാർ സ്വയം ഉൾവലിയുന്നു എന്നുള്ളതാണ്. പ്രധാന രാഷ്ട്രീയ വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഭയപ്പാട് നമ്മുടെ പാർലമെൻറ്റിനെ ഗ്രസിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ കഴിഞ്ഞ 30 വർഷത്തോളം മാധ്യമപ്രവർത്തകനായിരുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകനായിരുന്ന കാലത്തൊക്കെ തന്നെ ഒരുപാട് വലിയ സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രം, ബാബറി മസ്ജിദ് ഫൈസാബാദിൽ തകർക്കുന്നത് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ്. യുദ്ധങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് തുടരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റിനകത്തുള്ള ഓരോ സംഭവ വികാസങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട്, അതിന് സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ ഒരു MP ആയി, ഒരുപാട് പേര് ചോദിച്ച ചോദ്യമായിരിക്കും, ഒരു MP ആയി വരുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പാർലമെൻറ്റിനകത്ത് വളരെ ശക്തമായി നിന്ന ഏതെങ്കിലും നേതാവ് സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്പോൾ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഒരു പാർലമെൻറ്റ് അംഗമായി വന്നപ്പോൾ അതൊക്കെ സഹായിച്ചിട്ടുണ്ടോ വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ? അത് നല്ലൊരു ചോദ്യം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരു 3.5 പതിറ്റാണ്ട് കാലമായിട്ട് ഞാൻ വളരെ ചെറിയ വയസ്സിൽ ഡൽഹി എത്തിയ ആളാണ്. 21 കഴിഞ്ഞ് 22 എന്നൊക്കെ പറയുന്ന അന്ന് 22 കഴിഞ്ഞപ്പോൾ ഞാൻ എത്തി ഇവിടെ. അപ്പോൾ 22-ാം വയസ്സിൽ വരുമ്പോൾ നമ്മളൊരു അന്തം വിട്ട ഒരു രീതിയായിരുന്നല്ലോ.
പക്ഷെ അന്ന് വന്ന ഉടനെ തന്നെ എൻ്റെ കയ്യിലൊരു ബജാജ് സൂപ്പർ സ്കൂട്ടറും ഉണ്ട്. അന്ന് ഒരു ഇരുചക്ര വാഹനം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. അന്ന് കുറച്ച് പത്രക്കാരുള്ളൂ. അന്ന് ഡൽഹിയിൽ ഉള്ള മലയാള പത്രക്കാരെന്ന് പറഞ്ഞാൽ വലിയ അധികായന്മാരാണ്. TV അർഷണായി, നരേന്ദ്രൻ സാറ്, VK മാധവൻകുട്ടി, അങ്ങനെ വലിയ ആകെ 8-9 പേരേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മളെപ്പോലൊരു കൊച്ചു പയ്യൻ. പക്ഷേ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് നമ്മൾ പാർലമെൻറ്റിലൊക്കെ ഗാലറിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു കോൾമയർ എന്ന കാരണം നമ്മുടെ ഇന്ത്യ എന്നുള്ള ഒരു മഹത്തായ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വേദിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെയൊക്കെ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സ്വാധീനം നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പാർലമെൻറ്റ് നടപടികളെക്കുറിച്ചൊക്കെ അഭിപ്രായപ്പെടുമ്പോൾ പഴയ കാലങ്ങളിൽ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില ചിത്രങ്ങളുണ്ട്. അന്നത്തെ വലിയ അധികം എനിക്ക് ഇന്ദ്രജിത് ഗുപ്ത, സോംനാഥ് ചാറ്റർജി, ജോർജ് ഫെർണാണ്ടസ്, മധുദന്തവതി, നമ്മുടെ KP ഉണ്ണികൃഷ്ണൻ, ചന്ദ്രശേഖർ, എന്തു സംഭവങ്ങളായിരുന്നു. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി. അതൊരു നോസ്റ്റാൾജിയാണ്. ഇപ്പം KP ഉണ്ണികൃഷ്ണനൊക്കെ ആ ബോഫേഴ്സ് കേസിൽ എഴുന്നേറ്റ് നിന്ന് സ്പീക്കർ സാർ എന്നുള്ള പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായ അതൊക്കെ എനിക്കിപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. എന്തൊരു ഫൈറ്റായിരുന്നു അതൊക്കെ. ഇന്ന് അതൊക്കെ ഉണ്ടോയെന്ന് സംശയമാണ്. എന്നാ കാരണം അതിന് കഴിവുള്ള ആൾക്കാരുണ്ട്, കഴിവില്ലാത്തത് കൊണ്ടൊന്നല്ല. ഒരു പൊതുവേ ഒരു ഭയത്തിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. സാർ, ഈ കണ്ണൂരിൽ നിന്ന് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നു. ബാല്യമൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടില്ലാത്തൊരു ബാല്യമായിരുന്നല്ലോ. അവിടെ നിന്ന് ഈ പാർലമെന്റ് ശ്രദ്ധിക്കപ്പെടുന്നു, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. എവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ എല്ലാ ബാല്യവും സ്വപ്നം കാണുന്ന ഒരു രീതിയിൽ ആണല്ലോ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ജംഗ്ഷൻസ് എന്നൊക്കെ പറയാം. ഞാൻ JB ജംഗ്ഷനിൽ പരിപാടി ചെയ്തുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനോടൊരു പ്രത്യേകിച്ചൊരു മമതയുണ്ട്. അതിലൊന്ന് ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിട്ട് വളരെ ചെറിയ വയസ്സിലേ വരിക എന്നുള്ളതാണ്. 2 ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് 5-6 വർഷക്കാലം പഠിച്ചു എന്നുള്ളതാണ്. 3 ഇന്ത്യയെ മാറ്റിമറിച്ച ഒരുപാട് വാർത്താ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകാനൊരു അവസരം കിട്ടി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പം ബാബറി മസ്ജിദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കേരളത്തിൽ പഠിച്ചിവിടെ എത്തി വിദ്യാർത്ഥിയായിട്ടും പത്രപ്രവർത്തനമൊക്കെ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് കേരളത്തിൽ നിന്ന് നമ്മൾ കണ്ട ഇന്ത്യയാണ്. നമ്മുടെ ഇന്ത്യ എന്നുള്ളൊരു ആശയം നമ്മൾ കേരളത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഇവിടെ എത്തി ഏതാനും വർഷം കഴിഞ്ഞ് നമ്മൾ കണ്ട ഇന്ത്യ അല്ല ഇത് വേറൊരു ഇന്ത്യയാണ്. അങ്ങനെ എത്രയോ ഇന്ത്യകൾ കൂടിയതാണ് ഒരു ഇന്ത്യ എന്ന് തിരിച്ചറിയുമാണ്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തിരിച്ചറിവ് വളരെ പ്രകടമാണ്. ഞാനിപ്പോൾ ഈ ഔട്ട്റീച്ചിന് പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഗുണകരമായി വന്ന 1-2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ പാകിസ്ഥാനിൽ ഒരു 12 ദിവസത്തോളം താമസിച്ചിരുന്നു. അതായത് ഹർകിഷൻ സൂർജിത്ത് CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോൾ പർവേസ് മുഷറഫിൻ്റെ ക്ഷണത്തിൽ അദ്ദേഹം പോയി പാകിസ്ഥാനിലേക്ക്. അദ്ദേഹം എന്നെയും കൂട്ടിയിരുന്നു. അത് വളരെ അത്ഭുതകരമായൊരു യാത്രയാണ്. എന്നാൽ കാരണം സാധാരണ രീതിയിൽ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് പോയാൽ ഞാൻ രാജ്യദ്രോഹിയായി. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് സൂർജിത്ത് ജനിച്ചു വീണ സ്ഥലം, അവിടെ ആദ്യകാലത്ത് പഠിച്ചത്, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഇപ്പോൾ വലിയൊരു കിണറ്റിൽ കൊണ്ടുകിട്ടത്, ഇതൊക്കെ ഞങ്ങൾ കണ്ടു. യാതൊരു നിയന്ത്രണമില്ലാതെ കറാച്ചിയും ഇസ്ലാമാബാദും ലാഹോറും എല്ലാം ഞങ്ങൾ സഞ്ചരിച്ചു 12 ദിവസക്കാലം. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ കാണുന്ന പാകിസ്ഥാനൊന്നുമല്ല അവിടുത്തെ പാകിസ്ഥാൻ. അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മളിപ്പോഴും ഒരു പാകിസ്ഥാനിയുടെ കൂടെ എന്താ പറയുക, സംസാരിച്ചാൽ ദേശദ്രോഹമാവും. എന്ത് മണ്ടത്തരം അതൊക്കെ. പാകിസ്ഥാൻ ജനത എന്ന് പറയുന്നത് നമ്മുടെ ജനതയെപ്പോലെയൊക്കെ തന്നെ ഒരു പാവപ്പെട്ട, അവർ നമ്മുടെ കൂടെ ആയിരുന്നില്ലേ കുറേ കാലം. അന്നൊക്കെ കണ്ട കാഴ്ചകൾ ഇപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കറാച്ചിയിൽ ഒരു ജമായത്ത് എന്ന് പറഞ്ഞ ഒരു കേന്ദ്രത്തിൽ ഒരു 25ഓളം മലയാളികൾ ഇങ്ങനെ കിടക്കുക. എന്താ കാരണം? അവരൊക്കെ തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കച്ചവടത്തിനൊക്കെ പോയ ആൾക്കാരാണ്. അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അവർക്ക് അവസാനത്തെ അവരുടെ ശ്വാസം നാട്ടിൽ വന്നിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ വിസ കിട്ടില്ല. അവരങ്ങനെ അവരുടെ വാർദ്ധക്യം ഉറ്റവരും ഉടവരെടുത്തു നിന്ന് മാറി ആ ജമായത്തിനിങ്ങനെ ഒരു അഭയം പ്രാപിച്ച് അവിടെ എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചതിലേക്ക് വന്നാലേ, അവിടെ നിന്ന് ദേശാഭിമാനിയുടെ ലേഖനായിട്ട് കൂടിയാണല്ലോ ഡൽഹിയിൽ. അതെ അതെ. പിന്നീട് കൈരളിയുടെ MD ആവുന്നു. കൈരളിയുടെ എങ്ങനെയായിരുന്നു ആ ഒരു മാറ്റം? കൈരളിയുടെ MD ആവുന്നതിന് മുമ്പ് ഞാൻ കൈരളിയുടെ ഡൽഹിയിലെ പ്രതിനിധിയായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പ്രചോദനമാകാം. അത് ഉദ്ദേശിച്ച മൂപ്പർ ചോദിച്ചത്. അതെ അതെ.
അല്ലാതെ കൈരളിയിൽ ഞാനൊരു 2 വർഷം ഈ 2000 മുതൽ 2002 2003 അപ്പം ആ 3 വർഷ ശേഷം ഇപ്പം കൈരളി വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അപ്പം ആകസ്മികമായിട്ട് വളരെ അമ്പരപ്പോട് കൂടിയിട്ട് എന്നോട് തിരുവനന്തപുരത്ത് വന്ന് എൻ്റെ കോർപ്പറേറ്റ് ആസ്ഥാനത്തിൻ്റെ മേധാവി സ്ഥാനവും ചീഫ് എഡിറ്റർ പദവും ഏറ്റെടുക്കാൻ പറയുന്നു. അവിടെയുള്ള കൈരളിയിലുള്ള ആൾക്കാരല്ലേ 32-33 വയസ്സേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ 10, 25, 23, 24 പിണറായി വിളിച്ചു എന്നാണ് പിണറായി ഷാ വിളിച്ചു, മമ്മൂക്ക വിളിച്ചു, അവരൊരു തീരുമാനമെടുത്തു, അവർ തമ്മിൽ കൂടിയാലോചിച്ചു. അപ്പം അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ കൈരളിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, കൈരളി അടച്ചുപൂട്ടുന്നൊരു ധാരണ, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ക്ലിയർ ചെയ്തിട്ടില്ല, വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഒരു പരീക്ഷണം നിലയ്ക്കായിരിക്കും. പക്ഷേ എനിക്ക് ഒരു മാനേജ്മെൻ്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു എക്സ്പെർട്ടൈസോ അങ്ങനെയൊന്നും, ഞാനിവിടെ ഇങ്ങനെ ഒരു പത്രപ്രവർത്തകനായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന സമയമാണ്. പക്ഷേ അങ്ങനെ പെട്ടെന്നൊരു ഉത്തരവാദിത്വം അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു തലനരയ്ക്കാതെ വയറ് ഇല്ലാത്ത ഒരാളെയൊന്നും ഒരു കമ്പനിയുടെ CEO ആയിട്ട് വെക്കില്ല. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു 50-55-60 വയസ്സ് കഴിഞ്ഞുള്ള ഒരാളൊക്കെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ MD ആയിട്ടോ CEO ആയിട്ടോ വരിക, ഒരു ചീഫ് എഡിറ്ററൊക്കെ ആയിട്ട് വരിക. അപ്പോൾ ഒരു വലിയൊരു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കോർപ്പറേറ്റ് ലോകത്തൊക്കെ ഇപ്പം കാണുന്ന പരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ അന്ന് കൈരളിയുടെ കാര്യത്തിൽ 25 വർഷം മുമ്പ് അവരുണ്ടാക്കിയതാണ്. അന്ന് ആരുമില്ല, അങ്ങനെ ഒരു ചെറുപ്പത്തിലൊരാൾ പോലും ഒരു കോർപ്പറേറ്റ് ഇങ്ങനെയുള്ള ഒരു മാധ്യമ സംരംഭത്തിലും ഒരു പ്രസ്തേരിയില്ല, അല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ പറഞ്ഞവരായിരിക്കണം. അപ്പോൾ അത് എനിക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ അതൊരു വഴിത്തിരിവായിരുന്നു. പലരും എന്നെ ഉപദേശിച്ചു, എൻ്റെ സുഹൃത്തുക്കൾ, അങ്ങോട്ട് പോകരുത്, ഇത് തലയിൽ പൊട്ടി വീഴും, നീ തീരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തോ ഒരു ശരി ഏറ്റെടുത്തേക്കാന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് MD ആയിട്ട് ഇത്രയും കാലം നിൽക്കുന്നു, കുറേ JV ജംഗ്ഷൻ അങ്ങനെ പല പരിപാടികളും ചെയ്തു. എന്നിട്ട് ഈ പാർലമെന്ററി സ്ഥാനത്തേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കായിരുന്നു. അല്ല, പാർലമെൻ്ററി സ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ ജീവിയാണല്ലോ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും കേരള കോളേജിൽ അവിടുത്തെ യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു. എല്ലാ കാലത്തും നമുക്കൊരു രാഷ്ട്രീയമുണ്ടല്ലോ. പിന്നെ ഇടതുപക്ഷ മാധ്യമ രംഗത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായിട്ട് 5 വർഷം ഞാൻ പ്രവർത്തിച്ചു ഓണററി ബേസിൽ. അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. പിന്നെ ഇതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നു, ഇത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ, അവർ തീരുമാനിക്കുന്നു. ഒരുപക്ഷെ എനിക്കത് കഴിയുമെന്ന് വേണമെങ്കിൽ അവർക്കൊരു ബോധ്യം ഉണ്ടാകാം ഈ കാര്യങ്ങളിലൊക്കെ. അത് പ്രൂവ് ചെയ്യാൻ പറ്റി. അല്ല, അതൊക്കെ അവരും ജനങ്ങളും തീരുമാനിക്കേണ്ട കാര്യമല്ലേ. ഈ പാർലമെൻറ്റിലൊക്കെ നടത്തുന്ന പ്രസംഗങ്ങളിൽ ഇപ്പോൾ നമ്മളെയൊക്കെ ഇങ്ങനെ കോരിത്തരിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളുണ്ട്. വളരെ കോരിത്തരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഈ സംവിധാനം വേണ്ടെങ്കിൽ ഇത് പിരിച്ചുവിടും എന്നൊക്കെ വളരെ ഷാർപ്പായിട്ട്, എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും അത്രയും ഷാർപ്പായി സഭയ്ക്കകത്ത് ഇത്രയും ധൈര്യത്തോടെ ഏതെങ്കിലും നേതാവ് ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അപ്പം അതൊക്കെ നേരത്തെ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ച് തീരുമാനിച്ച് പോയി പറയുന്നതാണോ, അതോ ആ ഒരു മൂഡിൽ അങ്ങ് പറഞ്ഞു പോകുന്ന? ഒരു 50% നമ്മൾ ഞാനെപ്പോഴും ഗ്രഹപാഠത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഹോംവർക്ക് ചെയ്യണം. പക്ഷേ ഹോംവർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ നമുക്ക് അടുക്കി കെട്ടി പറയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നമ്മുടെ മനസ്സിലുണ്ട്. പിന്നീട് സാഹചര്യമാണ്, 50% സാഹചര്യമാണ്. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരാണ്, അമിത്ഷാ അവിടെ സഭയിലുണ്ട്, ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് ഫോക്കസ് കൊടുക്കും, അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങ് പോവും. അത് ആ 50% എന്ന് പറയുന്നത് അവിടുത്തെ ഉരുത്തിരിയുന്ന സാഹചര്യമാണ്. തൊട്ട് മുമ്പ് പ്രസംഗിച്ചവരാരാണ്, അവരെന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ സാറ് ഞങ്ങളെപ്പോലുള്ള ബാക്ക് ബെഞ്ചേഴ്സൊക്കെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ വലിയ കേന്ദ്രമന്ത്രിമാരൊന്നും ഇടപെടില്ല. എൻ്റെ ഒരു 6-7 മിനിറ്റ് ഉള്ള ഒരു പ്രസംഗത്തിൽ 4 കേന്ദ്രമന്ത്രിമാർ ഇടപെട്ടു. ഏത് അമിത്ഷയും നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും. എനിക്ക് സന്തോഷമുള്ള കാര്യത്തിൽ, കാരണം വെച്ചാൽ അവർക്ക് അതിനകത്തൊരു സാഹചര്യം കിട്ടുന്നുണ്ട്, കിട്ടിക്കോട്ടെ. പക്ഷേ അത് ഒരു പരോക്ഷമായി പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു ആദരവും കൂടിയാണ്. എന്താ കാരണം വെച്ചാൽ ഇത്രയും പേര് ഇടപെടുന്നുണ്ടല്ലോ. ഈ പാർലമെന്റിന്റെ പല ഭാഗങ്ങളിലൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഈ പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നുമില്ല, അത് കഴിഞ്ഞാൽ പിന്നെ വന്ന് നല്ല പ്രസംഗമായിരുന്നു അഭിനന്ദിക്കാറുണ്ട് പലരും. അങ്ങനെയൊക്കെ അഭിനന്ദനം തീർച്ചയായും ആരൊക്കെയാണ് പ്രധാനമായിട്ടും? എല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരൊക്കെ ഒരു വഴക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ആ സമയത്ത് അവർ വളരെയധികം ഡിഫൻസിലോ അല്ലെങ്കിൽ അല്പം ഈർഷ്യ കാണിച്ചെങ്കിൽ പോലും പിന്നീട് ഈ പറഞ്ഞ ലൗഞ്ചിലേക്ക് വരുമ്പോൾ വളരെയധികം അത് വളരെ നല്ല ചോദ്യമായിരുന്നു, ഭയങ്കര ശക്തമായിരുന്നു.
അതെല്ലാവരും പറയും. അല്ല, അതൊരു മര്യാദയുടെ ഭാവമാണ്. ഈ കഴിഞ്ഞ സമ്മേളന കാലങ്ങളിൽ സുരേഷ് ഗോപിയുമായി ഏറ്റുമുട്ടിയ സാഹചര്യം, അതായത് അടുത്ത കാലത്ത് ഏറ്റവും കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് അതാണ്, മുന്ന വിഷയമൊക്കെ. അതൊക്കെ എങ്ങനെയാണ് ആ സമയത്തൊരു ഓൺ ദ സ്പോട്ടിൽ നമ്മൾ വന്നാണോ? അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഇവർ ഭയങ്കര ഈ പറഞ്ഞ മുനമ്മ സംഭവത്തെ മുൻനിർത്തിയിട്ട് BJP സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ആരവമുണ്ട്. ആ ആരവത്തിൽ ഒരുപാട് വ്യാജത്തരമുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതൊന്ന് എക്സ്പോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വന്ന് പെട്ടുപോയി എൻ്റെ മുമ്പിൽ. എന്താ കാരണം വെച്ചാൽ ഞാൻ സുരേഷ് ഗോപിയെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല. ആക്ച്വലി ഞാനൊരു ഒരു മെറ്റഫറായിട്ട് പറഞ്ഞാണ്, ഒരു പ്രതീകാത്മകമായി സംസാരിച്ചതാണ്. അപ്പോൾ മൂപ്പർക്ക് തോന്നി മൂപ്പറതാണ് മുന്നാന്ന് വിചാരിച്ച് പുള്ളി അങ്ങോട്ട് ചാടി വീണു. യഥാർത്ഥത്തിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തത് നമ്മുടെ ജോർജ് കുര്യനെയാണ്. എന്നുവെച്ചാൽ പുള്ളിയാണ് തലേദിവസം എന്തോ കുരിശെന്നൊക്കെ പറഞ്ഞിട്ട് യേശു ക്രിസ്തു. അപ്പോൾ പക്ഷെ പുള്ളിക്ക് കാര്യം മനസ്സിലായപ്പോൾ പുള്ളി പയ്യെ തല താത്തി, പുള്ളി പ്രതികരിക്കാൻ പോയില്ല. ഇത് അപകടമാണെന്ന് മനസ്സിലായി. ഈ സുരേഷ് ഗോപി എഴുന്നേറ്റപ്പോഴും മുന്നിലിരിക്കുന്ന BJP നേതാക്കൾ, എനിക്ക് തോന്നുന്നു JP നഡ്ഡ ഉൾപ്പെടെ പുള്ളിയോട് ഇരിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ക്യാമറയെ കാണുന്നില്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പുള്ളി വേറൊരു ഗിയറിലേക്ക് പോയി, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. സംസാരിക്കുന്ന രീതി കൂടി ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ഇതുവരെ മലയാളത്തിൽ സംസാരിച്ചില്ല, ആ സമയത്ത് മാത്രം. എന്താ കാരണം വെച്ചാൽ അവിടെ സമരം നടക്കാൻ ഈ മുനമ്പത്ത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഭാഗം ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് അവസാനത്തെ ഒരു ഭാഗം അത് കേരളത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതിന് നഡ്ഡ ഇതിനിടയ്ക്ക് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അദ്ദേഹം മറുപടി പറഞ്ഞു വളരെ ബുദ്ധിപരമായിട്ട് പറയേണ്ട പല കാര്യങ്ങളും ബില്ലിനെക്കുറിച്ച് ഇംഗ്ലീഷ് പറഞ്ഞ് പിന്നെ കേരളത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാളം ഉപയോഗിച്ചു എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വിഴിഞ്ഞത്തെ പരിപാടിക്ക് സുരേഷ് ഗോപിയുടെ കൈ പിടിച്ച് നടന്ന പടം പറയുന്നത്. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ട്, സത്യം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് അവിടെ ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ്, ആ പ്രസംഗം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ഒരുമിച്ച് എന്തെല്ലാം വർത്തമാനം പറഞ്ഞിട്ട് പോയെന്നറിയോ? അത് നിങ്ങൾ കാണുന്നില്ലാത്തതുകൊണ്ട്. സുരേഷ് ഗോപിയായിട്ടുള്ള ബന്ധം എങ്ങനെ? സുരേഷ് ഗോപിയായിട്ട് എനിക്ക് എത്ര കാലത്തെ ബന്ധമുണ്ടെന്നറിയോ? സുരേഷ് ഗോപി സിനിമയിൽ നിന്ന് അല്പം പിൻവാങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ സിനിമകൾ ഇല്ല എന്ന് വേണം പറയാം. ഇല്ലാത്തൊരു കാലഘട്ടം എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്നതാണല്ലോ. ആ സമയത്ത് സുരേഷ് ഗോപിയുടെ ഒരു രണ്ടാം വരവെന്നുള്ളതിൻ്റെ ഒരു നിമിത്തം ഞാനന്ന് സ്റ്റാറിൽ ഏഷ്യാനെറ്റിലുണ്ട്. ഞാനാണ് അദ്ദേഹത്തിനെ കണ്ട് വിളിച്ച് ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് വാകാം കോടീശ്വരം എന്നുള്ള പരിപാടി ലോഞ്ച് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി രണ്ടാം റൗണ്ടിൽ വലിയ ജനകീയനായി മാറിയതിൻ്റെ ഏറ്റവും പ്രധാനം ഞാനാണ് എല്ലാം ഡീൽ ചെയ്തത്. അദ്ദേഹത്തിനോട് സംസാരിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ കോപ്റ്റ് ചെയ്യുകയും ആ പ്രോഗ്രാമിൻ്റെ പുള്ളിയെ കൊണ്ടുവരികയൊക്കെ ചെയ്ത് ഞാനാണ്. അത് പുള്ളിക്കാർ ഞങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെയാണ്. അപ്പം എത്രയോ അന്ന് ഞങ്ങൾ കൈമാറാത്തതായിട്ടുള്ളൊരു കാര്യവുമില്ല. ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളി BJPയിലേക്ക് വന്നതിന് ശേഷം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, BJPയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റമുണ്ടല്ലോ. പക്ഷേ വ്യക്തിപരമായ സംഭാഷണങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഇടയിലൊരു ഈർഷ്യയില്ല. ഞാനൊരിക്കലും അദ്ദേഹം ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി ചോദിക്കുന്നൊക്കെ പറയുമ്പോഴും പിന്നീട് എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിനോട് ഒരു അലോഹിയില്ലെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനോട് ഒരു അലോഹിയില്ല. ആകെ ഞാൻ പറഞ്ഞത് പുള്ളിക്കൊരു രാഷ്ട്രീയ തിരക്കഥാകൃത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ സിനിമയിൽ പുള്ളിക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, നമ്മുടെ രഞ്ജിയെ പോലെ. ഞാൻ രഞ്ജിയോട് പറയുകയും ചെയ്തു, രഞ്ജി ഇത് ഈ പണിയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും നോക്ക് എന്ന്. കാരണം വെച്ചാൽ നിങ്ങളുടെ പഴയ സ്നേഹിതനെ അങ്ങനെ ഉപേക്ഷിക്കാൻ പാടില്ല. മുമ്പ് നടത്തിയൊരു ഹിന്ദി ഇൻ്റർവ്യൂവിലും പറഞ്ഞതാണ്, കേരളത്തിൽ നിന്നാവട്ടെ, കേരളത്തിലെ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏത് MP ആണ് ഷാർപ്പായിട്ട്, ചിലപ്പോൾ അല്ലാന്നൊക്കെ എല്ലാം മിടുക്കന്മാരല്ലേ, എല്ലാം ശരിയാണ്. ആ വിധത്തിൽ വളരെ രൂക്ഷമായി ഇടപെടുകയും പ്രതിരോധിക്കുകയും കൂടുതൽ MP കേരളത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു സ്വഭാവം താരതമ്യേന കേരളത്തിലുള്ള MP മെച്ചപ്പെട്ടവരാണ് എൻ്റെ അഭിപ്രായം. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഞാനത് വേറൊന്നും എല്ലാവരും ഓരോരുത്തർക്കും ഓരോ സിദ്ധിയല്ലേ എന്ന് വെച്ചാലും ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ ഓരോ ഇതുണ്ടല്ലോ, പ്രാവീണ്യമുണ്ടല്ലോ. ആരും മോശക്കാരൊന്നുമല്ല, എല്ലാവരും നല്ല ആൾക്കാർ തന്നെയാണ്. ഈ പ്രസംഗങ്ങൾക്കിടയിൽ സാറിൻ്റെ ഒരു പ്രത്യേകത കണ്ടത്, ചില ആളുകൾ പേരെടുത്ത് പറഞ്ഞ് സാറൊന്ന് തോണ്ടും, അപ്പോൾ അവർ കയറി കൊളുത്തും. അതാണ് സുരേഷ് ഗോപി പറ്റിയത്. പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷെ മൂപ്പർക്ക് തോന്നി. അപ്പോൾ അത് ഈ ഒരു പ്രസംഗത്തിലേക്ക് ഒരു അട്രാക്ഷൻ വരുത്തുന്നതിൻ്റെ ബോധപൂർവ്വ ശ്രമമാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ അതായത് ഒരു മോണോലോഗ് ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും, മറ്റുള്ളവരും കൂടി ഇൻവോൾവ് ചെയ്യും. ഞാൻ ഈ നോക്കി വായിക്കാത്ത അല്ല എഴുതി വായിക്കാത്തതിൻ്റെ കാരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ആൾക്കാരുടെ മുഖം കാണണം. അവരുടെ മുഖമായിട്ട് സംസാരിച്ച് അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവം വെച്ചിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. പിന്നെ അത് തോന്നലല്ല, ഒരുപക്ഷെ പലരുടെയും ഒന്നും എന്താ പറയുക, ഒന്ന് പരാമർശിച്ച് പോകുമ്പോൾ
ചില ദുർബല ഹൃദയന്മാർ എഴുന്നേറ്റ് പോകും. അത് നമുക്ക് മന്ത്രിമാർ പോലും ഇടയ്ക്ക് എഴുന്നേറ്റ് പോകും. പണ്ട് JB ജംഗ്ഷൻ മറ്റേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത അതേ ഒരു ട്രിക്കാണ്. അല്ല, അത് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ആരെങ്കിലും ഉദാഹരണം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും പലപ്പോഴും എൻ്റെ അടുത്തിരിക്കുന്ന പലപ്പോഴും പ്രിയങ്ക ചതുർവേദിയോ അല്ലെങ്കിൽ നമ്മുടെ മനോജായോ അല്ലെങ്കിൽ വൈക്കോ അവരൊക്കെ ചോദിച്ചു ടീക്കനാ എന്നൊക്കെ ചോദിച്ചു പോയുമ്പോൾ അവരും കൂടെ ടീക്ക് സവാൽ ടീക്കനാ, അപ്പോൾ അവരും കൂടെ ഇൻവോൾവ് ചെയ്യും അതിൻ്റെ അകത്ത്. ഈ പ്രകോപനം വരുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും ഒന്ന് മൂപ്പർക്ക് എന്നോടൊരു സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചില സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ. പക്ഷേ അദ്ദേഹം എന്നോട് വളരെ താല്പര്യമുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നൊക്കെ കാരണം ബേസിക്കലി സഭയിൽ നല്ല ചർച്ച നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എന്ന് കാരണം വെച്ചാൽ പ്രൊഡക്റ്റീവായിരിക്കണം, ഷാർപ്പ്. ഇപ്പം ഭരണപക്ഷത്തു നിന്ന് വളരെ ഷാർപ്പായിട്ട് പ്രതിപക്ഷത്തെ എതിർക്കുന്നവരോടൊന്നും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ഈർഷ്യയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പൊതുവേ നമ്മുടെ പാർലമെൻറ്റ് ഡിസ്കോഴ്സിൽ ഒരു മങ്ങൽ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പഴയ പ്രഗത്ഭമതികളെപ്പോലെ തന്നെ പ്രഗത്ഭമതികൾ പാർലമെൻറ്റിലുണ്ട്. പക്ഷേ ഒരു ഭയത്തിൻ്റെ എന്തോ ഒരു സാധനം വന്ന് നമുക്കത്ര പെട്ടെന്ന് കാണാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു പാട പോലെ ഇങ്ങനെ കിടപ്പുണ്ട്. എനിക്കൊരു ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ് 2024 ഈ എന്താ പറയണ്ട തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സെഷനിലൊരു പ്രസംഗം നടത്തി. അത് ഈ അയോധ്യയുടെ പശ്ചാത്തലത്തിലായിരുന്നു. അത് കുറച്ച് പ്രകോപനപരമായ പ്രസംഗമായിരുന്നു. അതിൽ ഈ റാമെന്ന് പറയുന്നത് നിങ്ങളുടെയല്ല, അത് ഞങ്ങളുടെ റാമാണ്, മഹാത്മാഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൽ നിങ്ങൾക്കൊരു റാമുണ്ട്, അത് എന്നാണ് നാദൂറാമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ഭയങ്കര പ്രകോപനപരമായ പ്രസംഗമായിരുന്നു. ഞാൻ ആ പ്രസംഗം കഴിഞ്ഞിരുന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഭയങ്കര ബഹളമായിരുന്നൊരു പ്രസംഗം വെച്ചാൽ ഭയങ്കര പ്രകോപനപരമായിട്ട് അവിട്ടും ഇവിട്ടും തന്നെ തടസ്സപ്പെടുത്താനൊക്കെ ശ്രമം നടത്തിയെങ്കിൽ പോലും ഞാനത് പൂർത്തീകരിച്ച് ചെയ്യാൻ പോയി. പക്ഷെ കോൺഗ്രസിൻ്റെ 1-2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയരുത്, അവരെ പ്രകോപിപ്പിക്കരുത്, അതൊക്കെ ഭയങ്കര അപകടം ചെയ്യും, അവർ നിങ്ങളെ എന്തും ചെയ്ത് കളയും. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഭയന്നിരിക്കുകയാണ്. എന്താ കാരണം അന്ന് വേറെ കാര്യമാണ്, തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പാണ്. ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയെ കഴിഞ്ഞിട്ട് ഒരു 400 സീറ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് പ്രതിപക്ഷത്തുള്ള പലരും പോലും ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ആയതുകൊണ്ട് ആ ഭയത്തിൻ്റെ ഒരു അളവ് ഭയങ്കരമായിരുന്നു. പക്ഷേ എനിക്കൊരു തിരിച്ചറിവായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാണുന്ന പല നേതാക്കളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളത്. അത് കഴിഞ്ഞ് സത്യമായിട്ട് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ അംഗസംഖ്യ നന്നായി കുറഞ്ഞ് 240 ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ വന്ന ശേഷമാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ ഞാൻ പറഞ്ഞതിനെ വേറെ ഭാഷ സംസാരിച്ചു തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞ അതേ പ്രസംഗം തന്നെ വേറെ ഭാഷയിൽ സംസാരിക്കാനുള്ളവർ തൻ്റെ അവർ ആർജിച്ചത് ഈ 2024 തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അതുവരെ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പേടി കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോയിട്ടൊന്നുമില്ല. ഭയത്തിൻ്റെ ഒരു ഭയങ്കര സംഭവമുണ്ട്. ഒരു ഭയം ഇങ്ങനെ ഘനീഭവിച്ച് നിൽപ്പുണ്ട് പാർലമെൻറ്റിൽ. ആ ഒരു സംഭവത്തിന് ശേഷം എന്തെങ്കിലും സാർക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇവിടെ പറയണ്ട എന്നങ്ങനെ? ഇല്ലില്ല, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റ് ആഗ്രഹിക്കുന്നത് വളരെ ശക്തമായ, വ്യക്തമായ, സ്പഷ്ടമായിട്ടുള്ള ഇടപെടലുകളാണ്. അതിൽ കോംപ്രമൈസ് വരുത്തി കഴിഞ്ഞാൽ നമ്മളോട് ആരും പൊറുക്കില്ല. എന്നുവെച്ചാൽ ആരെ പറഞ്ഞാലും ഇത് വലിയൊരു ഫൈറ്റാണിത്. ഈ നമ്മളൊക്കെ നെഞ്ചിലേറ്റിയ അല്ലെങ്കിൽ എന്നെയൊക്കെ ഞാനാക്കിയ ഒരു ഇന്ത്യ ഇല്ലാതെ പോയാലുണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച്. ഞാനൊരു ജനാധിപത്യ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു ഉൽപ്പന്നമല്ലേ. എത്രയോ ആൾക്കാരുടെ സൗമനസ്യവും പരിലാളനയും ഏറ്റുവാങ്ങിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. അവിടെ ജാതിയോ മതമോ ആരെങ്കിലും ഉണ്ടോ? എന്നെ സഹായിച്ച ആൾക്കാർ, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ, ഇവർക്കൊക്കെ എന്തെങ്കിലും ജാതി മതം ഉണ്ടായിരുന്നു? മനുഷ്യത്വം മാത്രമല്ല ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഗുണഭോക്തായ ഞാൻ സമൂഹത്തിന് ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? അവിടെ ഞാൻ ഭയന്ന് നിൽക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലിപ്പോഴും ഉള്ള കാര്യം. ആരിപ്പോൾ എന്ത് പറഞ്ഞാലും അക്കാര്യത്തിൽ എനിക്ക് വ്യക്തതയുണ്ട്. നമുക്കൊരുപാട് കുറവുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം. പക്ഷേ ഈ ഒരു എന്താ പറയുക, എൻ്റെ ഒരു കാഴ്ചയിൽ അതിനകത്ത് എനിക്ക് യാതൊരു മങ്ങലുമില്ല. അതിനകത്ത് ഒരു അവ്യക്തത എനിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ചിലത് ഉണ്ട് സമൂഹത്തിന്. അത് ഞാൻ തിരിച്ചു കൊടുത്ത് തന്നെ പോകണം. അവിടെ ഒരു സന്ധി ചെയ്യൽ വ്യക്തിപരമായിട്ടുള്ള ലാഭങ്ങളുണ്ടാവുമെങ്കിൽ പോലും
അത് വേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. ഈ നമ്മൾ ആക്രമിക്കുമ്പോൾ അത്രയും ശക്തമായ ആക്രമണം നമ്മുടെ മറ്റ് സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം എന്നൊരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നൊരു ഫീൽ ഈ ഘട്ടത്തിലുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്, അതിന് സംശയമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാരൊക്കെ എത്ര കഴിവുള്ള ആൾക്കാരാണ്, എത്ര പ്രാഗൽഭ്യമുള്ള ആൾക്കാരാണ്. ടാലൻസ് നോക്കുകയാണെങ്കിൽ BJP ബെഞ്ചിലിരിക്കുന്നവരെക്കാൾ എത്രയോ ടാലൻറ്റഡാണ് പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്നത്. ഇപ്പോൾ ഈ ഔട്ട്റീച്ച് പോയല്ലോ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എൻ്റെ BJP സ്നേഹിതരെ കുറച്ച് കാണാൻ വേണ്ടിയല്ല, ഈ ഔട്ട്റീച്ചിലെ പ്രതിപക്ഷ അംഗങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് BJPക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആൾക്കാരെ അവർ തിരഞ്ഞെടുത്തത്. ലീഡേഴ്സ് മാത്രമല്ല, മെമ്പേഴ്സ് നിങ്ങൾ എടുത്തു നോക്ക്. അത് ഏതെങ്കിലും ഒരു മാധ്യമ സംരംഭം അതൊന്ന് ഒരു അനാട്ടമി നടത്തിയാൽ മനസ്സിലാവും. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആൾക്കാരെ കൊടുത്ത്, രഘുവംശ് പ്രസാദ് സിംഗ് ഉൾപ്പെടെ എല്ലാവരും അവർക്ക് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊടുത്ത്. അപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മാറ്റി നിർത്തിയിട്ട് ആ ഔട്ട്റീച്ചിട്ട് ഒന്ന് കണ്ടു നോക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ സൽമാൻ ഖുർഷിദിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ എവിടെ വെച്ചിട്ടാണ്, കൊലാലംപൂർ വെച്ച് ഞാൻ പറഞ്ഞു, സൽമാൻജി ജക്കാർത്തയിൽ വെച്ച് സംസാരിച്ചപ്പോൾ പ്രതിപക്ഷത്തെ ഈ ഔട്ട്റീച്ചിൽ ഉൾപ്പെടുത്തിയത് ഇവരുടെ മഹാമനസ്കതയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷേ സൽമാൻജി ആ പ്രസ്താവന പൂരിപ്പിക്കാൻ വിട്ടുപോയി. അതായിക്കോട്ടെ, അദ്ദേഹം ബാക്കി വെച്ചൊരു കാര്യമുണ്ട്, ഈ ഒരു ഔട്ട്റീച്ചിനോട് സഹകരിച്ചതും പ്രതിപക്ഷത്തിൻ്റെ മഹാമനസ്കതയാണ്. അതും കൂടി നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച വാചകം പൂർത്തിയാകൂ എന്ന് ഞാൻ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന് മോശമായിട്ട് പറഞ്ഞല്ല, അദ്ദേഹം ഒരുപക്ഷെ വിട്ടുപോയതായിരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ ഭാഷ ഉപയോഗിക്കായിരുന്നു, പക്ഷേ അത് ശരിയല്ലേ, യാഥാർത്ഥ്യമല്ലേ. എൻ്റെ ടീമിലുണ്ടായിരുന്ന BJP അംഗങ്ങളെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഈ ഒരു ടീമിൻ്റെ അവസ്ഥ, വെച്ചാൽ പ്രതിപക്ഷമില്ലായിരുന്നെങ്കിൽ. അതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ അത് ഇപ്പോഴുള്ള പ്രതിപക്ഷ നിരയുടെ ഒരു പ്രത്യേകതയാണ്. ആ നിരയുടെ ആ ഒരു ശക്തിയും വ്യക്തതയും ആ ഒരു കഴിവും പ്രാഗൽഭ്യവുമൊക്കെ പാർലമെൻറ്റിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഇപ്പോൾ AAP പോയി, ഇപ്പോൾ CPI ഇന്ന് രാവിലെ സുനിലേട്ടനോട് സംസാരിക്കുമ്പോൾ D രാജ പറഞ്ഞത് യോഗമൊന്നും വിളിക്കില്ല, ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം എന്താണ്? രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയാണല്ലോ ഇപ്പം പ്രതിപക്ഷ നേതാവ്. ഇപ്പം ബാക്കി ആൾക്കാരാണ് നേതാക്കന്മാരെന്ന് പറയുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇപ്പം ഞാനിപ്പോൾ ഈ ഔട്ട്റീച്ചിൻ്റെ സമയത്ത് തന്നെ, ഞാനത് പുറത്ത് പറയാത്തൊരു കാര്യം പറയുകയാണ്, ഔട്ട്റീച്ചിൻ്റെ സമയത്ത് ഞാൻ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള സെയ്ദ് നസീർ ഹുസൈനെ വിളിച്ചു. അദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെയുടെ അടുത്ത ആളും വളരെ നല്ല ആളും. ഞാൻ ജയിലിൽ പഠിക്കുമ്പോൾ അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു, നസീറെ, ഞങ്ങളുടെ പാർട്ടിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം, നിങ്ങളൊന്നൊരു ചെറിയൊരു ഏകോപനം നടത്തിയാൽ, കോൺഗ്രസ് ഏകോപനം നടത്തി കഴിഞ്ഞാൽ നമുക്കൊന്നോ രണ്ടോ കണ്ടീഷൻസ് മുന്നോട്ട് വെക്കാം. ഒന്ന്, പാർലമെൻറ്റ് സമ്മേളനം. ഇനി പാർലമെൻറ്റ് സമ്മേളനം വിളിക്കാൻ ചില തടസ്സങ്ങളുണ്ടെന്ന് വെച്ചോളൂ. അന്ന് പ്രധാനമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ, നമ്മൾ പറയണ കേട്ടിട്ട്, എന്നിട്ട് നമുക്ക് പോകാം ഔട്ട്റീച്ചിട്ട്. അവരൊന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ഈ അന്തരീക്ഷം മുഴുവൻ കലക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര പ്രശ്നം ഉണ്ടായി, തരൂര് മറ്റത് മറിച്ചെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നോക്ക്, അപ്പോൾ ഞങ്ങൾ സജഷൻ വെക്കാത്തതുകൊണ്ടല്ല, അവരിപ്പം DMK-യോടും DMC-യോടും ആപ്പിനോടും എല്ലാവരോടും പറയാം നമുക്കൊരു ഇരിക്കാമെന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും മോശമാവില്ലല്ലോ. എനിക്കിപ്പോഴും ഓർമ്മയുള്ള കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ വഖഫ് ബില്ലിൻ്റെ സമയത്ത് ആദ്യമായിട്ടൊരു യോഗം വിളിച്ചു, പാർലമെൻ്ററി ഫോർ ലീഡേഴ്സ്, എല്ലാവരും പങ്കെടുത്തു. ആ യോഗം വിളിച്ചതുകൊണ്ട് മാത്രം അതിശക്തമായ നിലപാട് പ്രതിപക്ഷത്തിന് വഖഫിൻ്റെ മുകളിൽ പാർലമെൻറ്റ് സ്വീകരിക്കാൻ പറ്റും. പാർലമെൻറ്റ് ഇന്ത്യ സഖ്യം മാത്രമേ മാറിയത്. അല്ല, എനിക്ക് സംശയമുണ്ട്, എനിക്ക് കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. എന്താണ് അവർ ആക്ച്വലി വാട്ട് ദ ഇൻറ്റൻറ്റ്.